നമസ്കാരം. വിഷുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവാൻ വിഷുമായ സ്വാമിയുടെ അല്ലെങ്കിൽ ചാത്തൻ സ്വാമിയുടെ ജന്മന അനുഗ്രഹമുള്ള പ്രധാന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അത്തം, പുണർദം, ഭരണി, പൂരം, പൂരാടം, ചതയം, പൂയം, തിരുവാതിര, പൂരുരുട്ടാതി, മൂലം എന്നിവയാണ് ഈ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് വിഷുമായ സ്വാമിയുടെ കൃപയും സംരക്ഷണവും കൂടുതലായി കിട്ടുമെന്നാണ് വിശ്വാസം. അത്ഭുത കാര്യങ്ങൾ നടത്താൻ കഴിവുള്ള ദേവനാണ് വിഷുമായ കുട്ടിച്ചാത്തൻ. അപ്രാപ്യമെന്ന് കരുതുന്നത് ക്ഷണനേരത്തിൽ നടത്താൻ സാധിക്കുന്ന ഒരു ദേവനാണ് വിഷുമായ കുട്ടിച്ചാത്തൻ. ഏത് സങ്കടക്കടലിൽ നിന്നും വിളിക്കുന്നവരെയും രക്ഷപ്പെടുത്തുന്ന ദേവനുമാണ് ഇത്. ശിവപാർവതി പുത്രനാണ് വിഷുമായ സ്വാമി. ശിവന് പാർവതി ദേവിയുടെ മറ്റൊരു അവതാരമായ കൂളിവാകിയിൽ പിറന്ന ദേവനാണ് വിഷ്ണുമായ. ചില നാളുകളെ നക്ഷത്രക്കാരെ ജന്മന ഈ മൂർത്തിയുടെ അനുഗ്രഹം കൂടിയുള്ളവരാണ്. ഇവർക്ക് സാധാരണക്കാരേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നവരുമാണ്. ഇവർക്ക് ഇവരുടേതായ പ്രത്യേകതകളും ഉണ്ട്. അവർക്കെല്ലാം വിഷുമായ ദേവന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും. അത്തം, ഭരണി, പൂയം, പൂണർദം, പൂരം, പൂരാടം, ചതയം, തിരുവാതിര, പൂരുരുട്ടാതി, മൂലം എന്നിവയാണ് ഈ ദേവന്റെ അനുഗ്രഹം ജന്മന ലഭിക്കുന്ന നക്ഷത്രക്കാർ. മനസ്സറിഞ്ഞ് ഇവർ ഈ ദേവനെ വിളിച്ചാൽ ഇവർക്ക് കാര്യസാധ്യം ലഭിക്കുന്നതും ചെയ്യുന്നതായിരിക്കും. നെയ്വിളക്ക് പോലെയുള്ള വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് ഇവർക്ക്. ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സ്വന്തം കഴിവിലും കഴിവുകേടിലും ഉറച്ച ബോധമുള്ളവരാണ് ഇവർ. എന്നാൽ മറ്റുള്ളവർ ഇവരെ തിരിച്ചറിയാൻ വൈകും. ഇവർ ശക്തിയും സത്യവുമുള്ളവരാണ്. ഇവർ ഉയരങ്ങൾ എത്തിച്ചേരുന്നവരുമായിരിക്കും. വിചാരിച്ച കാര്യം നടക്കുവാൻ വേണ്ടി ഏതറ്റം വരെ പോവാനും ഇവർ മടിക്കാത്തവരാണ്. മനസ്സിൽ തട്ടി ഒരു കാര്യത്തിനായി ഇറങ്ങിയാൽ ഊണും ഉറക്കും ഉപേക്ഷിച്ച് ഇതിനായി കഷ്ടപ്പെടുന്നവരാണ് ഇവർ. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഒരു കാര്യത്തിനും പോകുന്ന വ്യക്തികളുമല്ല ഇവർ. ചെറുപ്പം മുതലേ ഇവർ ഇങ്ങനെയാകും. ഇവർക്ക് ഹാർഡ് വർക്ക് എന്ന ഗണത്തിലല്ല, മറിച്ച് സ്മാർട്ട് വർക്ക് എന്ന ഗണത്തിൽപ്പെട്ടവരാണ് ഇവരൊക്കെ. മാട് പോലെ കിടന്ന് പടിയെടുക്കുന്നവരല്ല. ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നവരായിരിക്കും. ഉറ്റവരുടെയും ഉടയവരുടെയും പക്കൽ നിന്നും പ്രതീക്ഷിക്കുന്ന സഹായം ലഭിക്കാത്തവർ. പലതരത്തിലുള്ള വിഷമങ്ങൾ ഇവരിൽ നിന്ന് നേരിടേണ്ടി വരും. ദുഃഖം വരുമ്പോൾ അവർ കൂടെയുണ്ടെന്ന് കരുതുമെങ്കിലും ഇവരാരും ഈ നക്ഷത്രക്കാരുടെ ഒപ്പം ഉണ്ടാവുകയുമില്ല. ആവശ്യ സമയത്ത് ബന്ധുബലം ലഭിക്കാത്തവരാണ് ഇവർ. ഇവർ സൗന്ദര്യബോധമുള്ളവരായിരിക്കും. ഉള്ള വസ്ത്രം വൃത്തിയായി ധരിച്ചു പോകുന്നവർ. ആപത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവർ. സമൂഹത്തിൻ്റെ നിലയും വിലയും സ്വന്തം പ്രയത്നത്താൽ നേടിയെടുക്കുന്നവർ. ഇവരുടെ പ്രവൃത്തിയാൽ അവർ അത് നേടിയെടുക്കാനും ശ്രമിക്കുന്നതായിരിക്കും. പ്രവൃത്തിയാൽ ഇത് അവർ നേടിയെടുക്കാൻ സാധിക്കും. അല്ലാതെ സമൂഹത്തിൻ്റെ സ്ഥാനങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടാനും ഇവർ ഒരുക്കമാണ്. മക്കളോട് ഹൃദയബന്ധം കൂടുതലുള്ളവരാണ് ഇവർ. ആരെയും കണ്ണടിച്ച് വിശ്വസിക്കാത്ത കൂട്ടരാണ് ഇവർ. ചെയ്യുന്ന കാര്യത്തോട് 100% നീതി പുലർത്തുന്നവരുമാണ്. ഇവർ പൊതുവെ സമാധാനപ്രിയരാണ്. ആവശ്യമില്ലാതെ വഴക്കിനൊന്നും പോകുന്ന സ്വഭാവക്കാരല്ല. ദേഷ്യം വരാറില്ല. എന്നാൽ ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടുകയുമില്ലെന്ന് തന്നെ പറയാം. വരവിനേക്കാൾ ചെലവ് ചെയ്യുന്നവരാണ് ഇവർ. ജീവിത പങ്കാളിയോട് പരിഗണനയുള്ളവരുമായിരിക്കും. പോസിറ്റീവായ പ്രകൃതമാണ്. നല്ല മനസ്സിന് ഉടമയായ ആളുകളുമായിരിക്കും ഈ നക്ഷത്രക്കാർ. ഇവർക്ക് പൊതുവെ വിഷുമായ സ്വാമിയുടെ അനുഗ്രഹം ജന്മന കിട്ടിയത് കൊണ്ട് തന്നെ എല്ലാവിധ തടസ്സങ്ങളിൽ നിന്നും ഏത് പ്രതിസന്ധികളിൽ നിന്നും ഇവർക്ക് ഉയർന്നു വരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വിഷുമായ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.